students, welcome back to EduPlus Academy. ഇന്ന് നമ്മൾ +2 ബിസിനസ് സ്റ്റഡീസ് ചാപ്റ്റർ 16 അഡ്വർടൈസിങ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പരസ്യവും വ്യക്തിഗത വിൽപ്പനയും അപ്പോൾ പരസ്യവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് കവർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് അഡ്വർടൈസിങ്ങിനെ ഡിഫൈൻ ചെയ്യാനുണ്ട്, അഡ്വർടൈസിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാനുണ്ട്, അതുപോലെ തന്നെ പേഴ്സണൽ സെല്ലിങ്ങും സെയിൽസ് പ്രൊമോഷനും എന്താണെന്ന് നോക്കാനുണ്ട്, പിന്നെ അഡ്വർടൈസിങ്ങിനെയും പബ്ലിസിറ്റിയും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുണ്ട്, അതുപോലെ ഈ ഒരു സെയിൽസ് പ്രൊമോഷൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതുപോലെ തന്നെ പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ കവർ ചെയ്യാനുള്ളത്. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാം. ഡിഫൈൻ ദ ടേം അഡ്വർടൈസിങ്. അപ്പോൾ അഡ്വർടൈസിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആശയങ്ങൾ, സാധനങ്ങൾ, സേവനങ്ങൾ എന്നിവയുടെ വിവരം നിശ്ചയമായ ഒരു സ്പോൺസർ പ്രതിഫലം വാങ്ങി വ്യക്തിപരമല്ലാത്ത രീതിയിൽ അവതരിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യലാണ് പരസ്യപ്പെടുത്തൽ. ഇത് പ്രതിഫലം നൽകിയുള്ള ആശയവിനിമയ രൂപമാണ്. വ്യക്തിപരമല്ലാത്ത ആശയവിനിമയം വിൽപ്പന അല്ലെങ്കിൽ ആശയം പ്രചരിപ്പിക്കുക എന്നത് ലക്ഷ്യമാക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം അഡ്വർടൈസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്വർടൈസിങ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രൊഡ്യൂസറിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന എന്താണ്? ആ ഒരു പ്രൊഡക്റ്റിന് എത്രയും പെട്ടെന്ന് കൂടുതൽ കൺസ്യൂമേഴ്സിലോട്ട് എത്തിക്കാനും സാധിക്കാനും അതുപോലെ അതിലൂടെ സെയിൽസ് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഒരു പ്രൊഡ്യൂസറിൻ്റെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രൊഡക്റ്റ് എന്തൊക്കെയാണ്, അതുപോലെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പോസിറ്റീവ് സൈഡ്സ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഗുണങ്ങളും അങ്ങനെയുള്ള മെറിറ്റ്സും അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ്സ് ഒക്കെ പറഞ്ഞ് കൺസ്യൂമറിലേക്ക് എത്തിക്കുന്ന ഏറ്റവും എളുപ്പത്തിലുള്ളൊരു വഴിയാണ് എന്ത്? അഡ്വർടൈസിങ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതിൽ അഡ്വർടൈസിങ്ങിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഒരാളുടെ നേരിട്ട് പോയിട്ട് പറയുകയല്ല, ഒരു മീഡിയത്തിലൂടെ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഒരു നോൺ പേഴ്സണൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷനാണ് അഡ്വർടൈസിങ്ങിലൂടെ നടക്കുന്നത്. ഓക്കെ, അതൊരു വ്യക്തി ചെന്ന് പറയുന്നതല്ല. ഇപ്പോൾ നമ്മുടെ ഗുഡ്സോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ മാർക്കറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗുഡ്സ് ഓർ സർവീസിനെ അഡ്വർടൈസ്മെൻറ്റിലൂടെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതൊരു ലാർജ് ഏരിയ ഓഫ് മാർക്കറ്റ് നമുക്ക് ഈ ഒരു അഡ്വർടൈസ്മെൻറ്റിലൂടെ കവർ ചെയ്യാൻ സാധിക്കും. അത്രയും ആളുകളിലേക്കാണ് നമ്മളത് റീച്ച് ആവുന്നത്. ഓക്കെ, അപ്പോൾ അതിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ, അഡ്വർടൈസ്മെൻറ്റിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ അതുകൊണ്ട് എന്താണ്? പെട്ടെന്ന് കുറേ ആളുകളിലേക്ക് എത്തിക്കാൻ വളരെ സ്പീഡി ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ ഇതങ്ങനെ കുറേ ആളുകളിലേക്ക് എത്തിക്കാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ കൺസ്യൂമേഴ്സിനെ നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങുന്ന പുതിയ പുതിയ പ്രൊഡക്ട്സിനെ പറ്റിയിട്ടും കുറേ കാര്യങ്ങളൊക്കെ കൺസ്യൂമേഴ്സിന് അറിയാൻ സാധിക്കുന്നുണ്ട് അഡ്വർടൈസ്മെൻറ്റിലൂടെ. ഓക്കെ, അതാണ് ഇതിനുള്ളൊരു ഡെഫിനിഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ്. ആശയങ്ങൾ, സാധനങ്ങൾ, സേവനങ്ങൾ എന്നിവയുടെയൊക്കെ വിവരം ഒരു സ്പോൺസർ പ്രതിഫലം വാങ്ങിയിട്ട് അത് വ്യക്തിപരമല്ലാത്ത രീതിയിൽ, നമുക്കറിയാം നമ്മളൊരു ആഡ് ചെയ്യുകയാണെങ്കിൽ, ഒരു അഡ്വർടൈസിങ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താണ് നമ്മളിപ്പോൾ ഒരു സെലിബ്രിറ്റീസിനെ ആരെങ്കിലും വെച്ചിട്ടായിരിക്കും നമ്മൾ അഡ്വർടൈസിങ് ചെയ്യുക. അപ്പോൾ നമ്മൾ അവർക്കൊരു പ്രതിഫലം കൊടുക്കുകയും എന്നിട്ട് അവരുടെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് കൂടുതൽ ആളുകളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് അവരെ വെച്ചിട്ട് നമ്മളത് അഡ്വർടൈസിങ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഒബ്ജക്റ്റീവ്സ് ഓഫ് അഡ്വർടൈസിങ്. എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്? ഇതിൻ്റെ ഒരു ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പുതിയ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാരെ ഉണ്ടാക്കുന്നു. ഓക്കെ, അപ്പോൾ പുതിയ ന്യൂ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു അഡ്വർടൈസിങ്ങിലൂടെ എന്താണ് കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ആവുന്നത്. അപ്പോൾ എന്താണ്? പുതിയ കൺസ്യൂമേഴ്സിലോട്ട് എത്തുകയാണ്. അപ്പോൾ ആ ഒരു പുതിയ ഉൽപ്പന്നങ്ങൾക്ക് പുതിയ ആവശ്യക്കാരും ഉണ്ടാവുന്നു. നെക്സ്റ്റ് എന്താണ്? നിലവിലുള്ള ആവശ്യക്കാരനെ നിലനിർത്തിക്കൊണ്ട് പുതിയ ആവശ്യക്കാരെ ഉണ്ടാക്കുന്നത് വഴി ഉൽപ്പന്നത്തിനുള്ള കമ്പോളം വികസിപ്പിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ആ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കൺസ്യൂമേഴ്സിനെ നിലനിർത്തിക്കൊണ്ടാണ് ആ പുതിയ ആവശ്യക്കാരെ അവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താണ്? അതുവഴി അവരുടെ പ്രൊഡക്റ്റിന് എന്താണ് മാർക്കറ്റിൽ കുറച്ചും കൂടി മാർക്കറ്റിലൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നിർമ്മാതാവിനെ നേരിട്ട് ഉപഭോക്താക്കളെ ആകർഷിക്കാൻ കഴിയുന്നതിനാൽ ഇടനിലക്കാരനെ ഒഴിവാക്കാൻ കഴിയുന്നു. അപ്പോൾ ഇതിലൊരു മീഡിയേറ്റർ ഉണ്ടാവില്ല, ഒരു മിഡിൽമെൻ ഉണ്ടാവില്ല, മിഡിൽമെന്നെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ആ ഒരു ആരാണോ ഒരു പ്രൊഡക്റ്റിനെ മാർക്കറ്റിലോട്ട് എത്തിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ, ആ ഒരു വ്യക്തി ആ ഒരു കൺസ്യൂമേഴ്സിനെ ആകർഷിക്കാൻ വേണ്ടി ഡയറക്റ്റായിട്ട് ഒരു മിഡിൽമെൻസിൻ്റെ സഹായം ഇല്ലാതെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഇടനിലക്കാരെ അവർക്ക് ഒഴിവാക്കാൻ കഴിയുന്നുണ്ട്. നെക്സ്റ്റ് കുറഞ്ഞ ചിലവിൽ കൂടുതൽ വിൽപ്പന നടത്താൻ സഹായിക്കുന്നു. നെക്സ്റ്റ് വൻതോതിൽ ഉൽപ്പാദനം നടത്താനും അങ്ങനെ ഉൽപ്പാദന ചെലവ് കുറയ്ക്കാനും സഹായകമാകുന്നു.
അപ്പം അവരെന്താണ് കുറേ നമുക്കൊരു കുറേ ആളുകളിലോട്ട് എത്തിക്കുന്നത് കാരണം തന്നെ എന്താണ് അതിൻ്റെ പ്രൊഡക്ഷനൊക്കെ വളരെ മാസമായിട്ടുള്ള പ്രൊഡക്ഷനാണ് നടക്കുന്നത്. അതുകൊണ്ട് എന്താണ് കുറേ ബൾക്കായിട്ട് ഒന്നിച്ചൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആ ഒരു ചിലവ് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് മെല്ലെ മെല്ലെ ആകുമ്പോൾ കുറച്ചും കൂടി ചിലവേറിയൊരു പ്രക്രിയയാണ്. അപ്പോൾ ഇതൊരു വൻതോതിലുള്ള ഉൽപ്പാദനം നടത്തുന്നത് കൊണ്ട് എന്താണ് അവരുടെ ഉൽപ്പാദന ചെലവാണ് കുറയ്ക്കാൻ സഹായകമാകുന്നത്. നെക്സ്റ്റ് പോയിന്റ്, നിരന്തരമുള്ള പരസ്യം ഒരു ഉൽപ്പന്നത്തിന് ജനപ്രീതി ഉളവാക്കുന്നു, അത് സ്ഥാപനത്തിൻ്റെ പേരും പെരുമയും ഉണ്ടാക്കുന്നു. നിരന്തരം ഈ ഒരു ഫ്രീക്വൻ്റ് ആയിട്ട് സെയിം അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്യണം, നമുക്ക് ആ ഒരു ഇൻഫ്ലുവൻസ് നമ്മുടെ മേലേക്ക് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ അത് നമുക്കൊരു ഇഷ്ടപ്പെട്ട സെലിബ്രിറ്റി ഒക്കെയാണ് അത് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ പ്രൊഡക്റ്റ് കൊള്ളാലോ, ഇതൊന്ന് വാങ്ങിക്കണം എന്നുള്ളൊരു ധാരണ നമുക്ക് വരും. അപ്പോൾ ആ ഒരു നിരന്തരമായിട്ട് ഈ ഒരു പരസ്യം കാണുമ്പോൾ എന്താണ് അതിൻ്റെ ആ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ഗുഡ് വില്ല്, ഒരു സൽപ്പേരും എല്ലാം എന്താണ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അഡ്വർടൈസിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാലോ കേട്ടോ. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. എക്സാമിന് വരുമ്പോൾ നമുക്ക് തന്നെ എഴുതിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതിൽ. ഇനി ലിമിറ്റേഷൻസ് ഓഫ് അഡ്വർടൈസിങ് ഒരു 4 പോയിൻ്റ് ഉണ്ട്. ശക്തി ചെലുത്തുന്നതിൻ്റെ കുറവ്, പ്രതികരണത്തിൻ്റെ അഭാവം, അയവില്ലായ്മ, ഫലദായകത്വം. ഓക്കെ, അപ്പോൾ നമ്മളിത് ഒരാൾ ഒരു സാധനം വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് അഡ്വർടൈസിങ്ങിൽ പ്രഷർ ചെയ്യുന്നില്ല, താല്പര്യമുള്ളവർക്ക് വാങ്ങാം, ആ ഒരു രീതിയിലാണ് അഡ്വർടൈസിങ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് അവിടെ റെസ്പോണ്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ, അതിനെ പ്രതികരിക്കാൻ ആൾക്കാരില്ലല്ലോ. ഒരു ടൈമിൽ ഒരു മീഡിയത്തിലൂടെ നമ്മൾ അത് കേൾക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, നമ്മുടെ ഇവിടുത്തെ റെസ്പോൺസ് നമുക്ക് അവർക്ക് കൊടുക്കുന്നില്ല. പിന്നെന്താണ് അത് ഒരു അയവില്ലായ്മയായിരിക്കും. അവരുടെ ഒരു കണ്ടീഷൻസ്, അവരുടെ പ്രൊഡക്റ്റിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളും അത്ര റേറ്റാണ്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു, അതിൽ അവരൊരു കാര്യങ്ങളൊന്നും ചേഞ്ച് വരുത്തുന്നില്ല. പിന്നെന്താണ് ഫലദായകത്വം, അവരുടെ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും അവർ അഡ്വർടൈസിങ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ള നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് പബ്ലിസിറ്റി. എന്താണ് പബ്ലിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഉൽപ്പന്നത്തെക്കുറിച്ചും സേവനത്തെക്കുറിച്ചും ബഹുജന മാധ്യമങ്ങളിൽ വാർത്തയായി വരുന്ന പൊതുവിവരങ്ങളാണ് പബ്ലിസിറ്റി. ഒരു പ്രൊഡക്റ്റിനൊരു പബ്ലിസിറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആഡ് പോലെയല്ല, അതെന്താണ് ഒരു പൊതുജന മാധ്യമങ്ങൾ, ഇപ്പോൾ ന്യൂസ് ചാനൽസ് ഒക്കെ എന്താണ് ഒരു അഡ്വർടൈസ്മെൻറ്റ്, അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നു എന്ന് തോന്നുന്ന അഡ്വർടൈസ്മെൻറ്റ് അവരെന്താണ് അതിനൊരു പ്രൊഡക്റ്റിൻ്റെ പബ്ലിസിറ്റി കൊടുക്കുന്നത് പോലെ പറയുന്നു. ഓക്കെ, അത് എന്താണ് ഒരു പ്രത്യേകപരമായിട്ടുള്ളൊരു സ്പോൺസറുടെ സഹായത്തോടെ ഒന്നും ചെയ്യുന്ന കാര്യമല്ല. ഓക്കെ, ആ ഒരു കമ്പനിയുടെ ഉൽപ്പന്നത്തെക്കുറിച്ചിട്ടും അതിൻ്റെ ഒരു സേവനത്തെക്കുറിച്ചും ബഹുജന മാധ്യമങ്ങളിൽ വാർത്തയായി വരുന്ന ഒരു പൊതുവിവരങ്ങളാണ് പബ്ലിസിറ്റി. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു അഡ്വർടൈസിങ്ങും പബ്ലിസിറ്റിയും തമ്മിൽ എന്താണ് ഡിഫറൻസ് എന്ന് നോക്കാം. ആദ്യം നമുക്ക് അഡ്വർടൈസിങ് നോക്കാം. അപ്പോൾ അഡ്വർടൈസിങ്ങിൽ ഫസ്റ്റ് വരുന്ന പോയിൻ്റാണ് പേയ്മെൻറ്റ്. അപ്പോൾ ഒരു പേയ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? അഡ്വർടൈസിങ്ങിൽ നമ്മൾ പണം അടച്ചിട്ട് വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുള്ള ഒരു രൂപമാണിത്. അപ്പോൾ ഇതിൻ്റെ സ്ഥലത്തിൻ്റെയും സമയത്തിൻ്റെയും ഉപയോഗത്തിന് സ്ഥാപനം പണം നൽകണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു അഡ്വർടൈസിങ് ചെയ്യുന്ന സമയത്ത് അതൊരു പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. ഫ്രീ ആയിട്ട് ആ ഒരു അഡ്വർടൈസിങ് ചെയ്യില്ലല്ലോ, ഒരു പേയ്മെൻറ്റ്, നമ്മൾ പണം അടച്ചിട്ട് നമ്മുടെ വിവരങ്ങളും ഒക്കെ പ്രചരിപ്പിക്കുന്നതിനുള്ളൊരു രൂപമാണിത്. അതുപോലെ അതിൻ്റെ നമ്മളൊരു അഡ്വർടൈസിങ് ചെയ്യുമ്പോൾ ആ ഒരു സ്ഥലത്തിൻ്റെയും ആ ഒരു സമയത്തിൻ്റെയും ഒക്കെ ഉപയോഗത്തിന് എന്താണ് സ്ഥാപനം എന്താണ് പണം നൽകണം. അപ്പോൾ ഒരു അഡ്വർടൈസിങ് ആകുമ്പോൾ ആ ഒരു ഡയറക്ടർ ഉണ്ടാവും, അപ്പോൾ അവർ പറയുന്ന രീതിക്കായിരിക്കും നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അവർക്ക് വേണ്ട ഒരു കോഴ്സ് പൈസ നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ ഏതൊരു വ്യക്തിനെ വിളിച്ചിട്ടാണോ നമ്മൾ അഡ്വർടൈസിങ് ചെയ്യുന്നത്, അപ്പോൾ അവർക്ക് വേണ്ട ക്യാഷ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഒരു പണം അടച്ചിട്ട് നമ്മുടെ വിവരങ്ങൾ ഷെയർ ചെയ്യുന്ന അത്തരമൊരു രൂപമാണ് അഡ്വർടൈസിങ്ങിലൂടെ നടക്കുന്നത്. നെക്സ്റ്റ് ഐഡൻറ്റിഫൈഡ് സ്പോൺസർ ഉണ്ടാവും. തിരിച്ചറിഞ്ഞ ഒരു സ്പോൺസറുണ്ട്, അതായത് അതിൻ്റെ ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ പരസ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബിസിനസ് സ്ഥാപനം, അതാണ് ഐഡൻറ്റിഫൈഡ് സ്പോൺസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അഡ്വർടൈസിങ്ങിൽ വരുന്നതാണ് കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സന്ദേശത്തിൻ്റെ ഉള്ളടക്കം, തരം, വലുപ്പം, ദൈർഘ്യം, ആവൃത്തി എന്നിവയിൽ പരസ്യ സ്ഥാപനത്തിന് പൂർണ്ണ നിയന്ത്രണമുണ്ട്. അപ്പോൾ ഏതൊരു സ്ഥാപനത്തിൻ്റെ അഡ്വർടൈസിങ് ആണോ നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ അവർക്കായിരിക്കും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു കൺട്രോൾ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് മെസ്സേജാണ് നമ്മൾ ആ ഒരു കണ്ടൻറ്റും നമ്മുടെ ആ ഒരു മെസ്സേജൊക്കെ എന്താണ് ഈ ഒരു അഡ്വർടൈസ്മെൻറ്റിലൂടെ നമ്മൾ കൊടുക്കുന്നത്, അതുപോലെ അതിൻ്റെ ഒരു വലുപ്പം, അതിൻ്റെ ഒരു ദൈർഘ്യം, ആ ഒരു അഡ്വർടൈസിങ്ങിൻ്റെ ഡ്യൂറേഷൻ, അതുപോലെ നമ്മൾ എത്ര ചാനൽസിലോട്ട് കൊടുക്കണം, അതിൻ്റെ ഒരു ആവൃത്തി എന്നിവയിലൊക്കെ എന്താണ് ആ ഒരു പരസ്യത്തിൻ്റെ സ്ഥാപനത്തിനാണ് പൂർണ്ണ നിയന്ത്രണം ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് പരസ്യത്തിൻ്റെ ആ ഒരു പർപ്പസ് എന്താണെന്ന്. ഓക്കെ,
പർപ്പസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അഡ്വർടൈസിങ്ങിൽ കമ്പനിയെയും അതിൻ്റെ ഉൽപ്പന്നങ്ങളെയും കുറിച്ചിട്ട് അനുകൂലവും പോസിറ്റീവായ മതിപ്പ് നൽകാനാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഒരു പരസ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഏത് കമ്പനീൻ്റെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടാണോ നമ്മൾ പരസ്യം ചെയ്യുന്നത്, അപ്പോൾ ആ ഒരു പരസ്യത്തിലൂടെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പോസിറ്റീവായിട്ടും അത് എങ്ങനെയൊക്കെയാണ് ബെനിഫിറ്റ് ആവുന്നത് എന്ന തരത്തിലുള്ള ഡീറ്റെയിൽസ് മാത്രമാണ് നമ്മളത് കൊടുക്കുക. അതിൻ്റെ ഗുണഗണങ്ങൾ മാത്രമേ പറയുള്ളൂ. അപ്പോൾ ആ ഒരു രീതിക്ക് ആ ഒരു കമ്പനിക്ക് മതിപ്പ് നൽകാനാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അതാണ് മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് പബ്ലിസിറ്റി എങ്ങനെയാണ് അഡ്വർടൈസിങ്ങിൽ നിന്ന് വ്യത്യസ്തത പുലർത്തുന്നതെന്നാണ്. ഓക്കെ, പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ വിവരങ്ങൾ സ്വമേധയാ പ്രസിദ്ധീകരിക്കുന്ന ആശയവിനിമയം നടത്തുന്നതിനും സ്പോൺസർ മാധ്യമങ്ങൾക്ക് പണം നൽകുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഒരു വിവരങ്ങളാണ് പബ്ലിസിറ്റി ആയിട്ട് വരുന്നത്. വിവരങ്ങൾ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം പ്രസിദ്ധീകരിക്കുന്ന ആ ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ് പബ്ലിസിറ്റിയിലൂടെ നടക്കുന്നത്. അതിനെന്താണ് സ്പോൺസർ ആ ഒരു മീഡിയാസിലോട്ടൊന്നും പണം കൊടുക്കുന്നില്ല. അത് അവരുടെ ഒരു വിവരങ്ങൾ ഷെയർ ചെയ്യുന്ന പോലെ പബ്ലിസിറ്റി കൊടുക്കുന്നത് എന്നേ ഉള്ളൂ. നെക്സ്റ്റ് തിരിച്ചറിഞ്ഞ സ്പോൺസർ ഇല്ല. മാധ്യമങ്ങൾ വാർത്തായോഗ്യമാണെന്ന് കരുതി വിവരങ്ങൾ കൈമാറുന്നു. അതൊരു വാർത്ത പോലെ വിവരങ്ങളാണ് കൈമാറുന്നത്. അതിനൊരു സ്പോൺസറോ കാര്യങ്ങളോ ഇല്ല, പണം കൊടുക്കുന്നില്ല. നെക്സ്റ്റ് പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ വിവരങ്ങളുടെ ഉള്ളടക്കം, തരം, വലുപ്പം എന്നിവയിൽ ബന്ധപ്പെട്ട സ്ഥാപനത്തിന് യാതൊരു നിയന്ത്രണവും ഇല്ല. ഓക്കെ, വിവരങ്ങളുടെ ആ ഒരു ഉള്ളടക്കം ഇതിലെന്താണ്? ആ ഒരു മെസ്സേജിൻ്റെ കാര്യങ്ങളോ അതുപോലെ ആ ഒരു ഡ്യൂറേഷനും കാര്യങ്ങളോ ഒന്നും ഒരു സ്ഥാപനത്തിന് യാതൊരു നിയന്ത്രണവും ഇല്ല. എന്താണെന്ന് വെച്ചാൽ അത് അവർ സ്പോൺസർ ചെയ്യാതെ നടത്തുന്നൊരു ആഡ് പോലെയാണല്ലോ പബ്ലിസിറ്റി നൽകുന്നത്. അപ്പോൾ അതിൽ അവർക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഇവരത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാണെന്ന രീതിയിൽ ഒരു വിവരങ്ങൾ പാസ് ചെയ്യുന്ന പോലെയാണ് പബ്ലിസിറ്റി നൽകുന്നത്. നെക്സ്റ്റ് ഇത് കമ്പനിയുടെ അതിൻ്റെ ഉൽപ്പന്നങ്ങളെയും കുറിച്ച് പൊതുജനങ്ങളിൽ അനുകൂലമായ പ്രതിഫലമായ മതിപ്പുണ്ടാക്കിയേക്കാം. ഇത് കൂടുതൽ പബ്ലിസിറ്റി കൊടുക്കുന്നതിനനുസരിച്ച് ആളുകൾക്ക് കുറച്ചും കൂടി ഒരു വിശ്വാസയോഗ്യത വരും. അതുപോലെ തന്നെ അവർക്ക് ആ പ്രൊഡക്റ്റിനെ പറ്റി കുറച്ചും കൂടി ജനങ്ങളുടെ ഇടയിൽ ഒരു അനുകൂലമായിട്ട് രീതിയിലുള്ളൊരു ഇമ്പാക്റ്റാണ് ഉണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് നോക്കാനുള്ളതാണ് പേഴ്സണൽ സെല്ലിംഗ്. പേഴ്സണൽ സെല്ലിംഗ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? വിൽക്കാനുള്ള സാധനങ്ങൾ വാങ്ങാനുള്ളവരെ അതിൻ്റെ ഗുണനിലവാരവും വിലയും ബോധ്യപ്പെടുത്തി നേരിട്ട് വിൽപ്പന നടത്തുകയും അതിൻ്റെ വില ഈടാക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് വ്യക്തിഗത വിൽപ്പന. ഓക്കെ, അപ്പോൾ പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ നടക്കുന്നത് പേഴ്സണൽ സെല്ലിങ്ങിൽ. ഓക്കെ, അപ്പോൾ ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവും അല്ലെങ്കിൽ ഒരു പ്രോസ്പെക്റ്റീവ് ബയറും തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷനാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ വന്നിട്ട് ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ്സ് വന്നിട്ട് അവരുടെ പ്രൊഡക്റ്റ് നമ്മൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നു. എന്നിട്ട് നമ്മളത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒരു ഡയറക്റ്റ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ അതിൽ നടക്കുന്നുണ്ട്. പിന്നെ ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവും നമ്മുടെ ഉൽപ്പന്നം വാങ്ങാൻ പ്രോസ്പെക്റ്റീവ് ബയർ എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നം വാങ്ങാൻ സാധ്യതയുള്ള ആൾ. ഈ ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് അവരുടെ പ്രൊഡക്റ്റിൻ്റെ ഗുണങ്ങൾ അതുപോലെ അവരുടെ പ്രൊഡക്റ്റിൻ്റെ ആ ഒരു ബെനിഫിറ്റ്സും മെറിറ്റ്സും ആ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും. എന്നിട്ട് ആ ഒരു വേണമെങ്കിൽ ഡെമോൺസ്ട്രേഷനും ഉണ്ടാവും. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ എല്ലാവിധ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നിട്ട് നമ്മുടെ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആ പ്രൊഡക്റ്റ് കൺസ്യൂമറിനെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കുക എന്നാണ് അവരുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിലെങ്ങനെയാണ് ഒരാളെ നേരിട്ട് കണ്ടിട്ട് അവരുടെ പ്രൊഡക്റ്റിൻ്റെ ബെനിഫിറ്റുകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ആ ഉൽപ്പന്നം വാങ്ങാൻ പ്രേരിപ്പിക്കുന്ന അത്തരത്തിലുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പേഴ്സണൽ സെല്ലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ആരൊക്കെയാണ് ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവും അതുപോലെ ആ ഒരു ഉൽപ്പന്നം വാങ്ങാൻ സാധ്യതയുള്ള ആൾ, ആ ഒരു പ്രോസ്പെക്റ്റീവ് ബയറിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവരെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കൺവിൻസ് ചെയ്യിക്കലാണ് ഈ ഒരു പേഴ്സണൽ സെല്ലിങ്ങിലൂടെ നടക്കുന്നത്. അതിലൊരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനാണ്. ഓക്കെ, അതാണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഈ ഒരു പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് നോക്കാം. ഉപഭോക്താക്കളാകാൻ സാധ്യതയുള്ളവരെ തിരിച്ചറിയുന്നതും വിൽപ്പനയ്ക്ക് വേണ്ട ശ്രമങ്ങൾ നടത്തുന്നത് വ്യക്തിപരമായ വിൽപ്പനയിൽ ഉൾപ്പെടുന്നു. അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അവരെ കൺസ്യൂമേഴ്സ് ആകാൻ സാധ്യതയുള്ളവരെ അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവർ വിൽപ്പനയ്ക്ക് വേണ്ട ആ ഒരു ശ്രമങ്ങൾ അവരുടെ മാർക്കറ്റിംഗ് തന്ത്രങ്ങളൊക്കെ അവർ ഉപയോഗിച്ചിട്ട് അവരെ അവരുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു.
ഓക്കെ, ആ ഒരു രീതിയിലാണ് ഒരു പേഴ്സണൽ സെല്ലിംഗ് നടത്തുന്നത് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനിലൂടെ. നെക്സ്റ്റ്, ഓരോ ഉപഭോക്താവിൻ്റെയും ആവശ്യങ്ങൾക്കും പെരുമാറ്റങ്ങൾക്കും അനുസൃതമായ രീതിയിൽ ഉചിത സന്ദേശങ്ങൾ നൽകാൻ വ്യക്തിപരമായ വിൽപ്പനയുടെ അയവുള്ള സ്വഭാവം മൂലം സാധ്യമാകുന്നു. അപ്പോൾ ഓരോരോ കൺസ്യൂമേഴ്സിന് ഓരോരോ നീഡുകളായിരിക്കും, അതുപോലെ ഓരോരോ ആവശ്യങ്ങളും, അതുപോലെ എന്താണ് അവരുടെ പെരുമാറ്റങ്ങളിലെല്ലാം വ്യത്യസ്തത പുലർത്തും ഓരോ കൺസ്യൂമേഴ്സും. അപ്പോൾ എന്താണ് പേഴ്സണൽ സെല്ലിങ്ങിലൂടെ എന്താണ് അവർക്ക് ആ ഒരാളെ മനസ്സിലാക്കിയിട്ട് അവരുടെ ആവശ്യം എന്താണെന്ന് കണ്ടിട്ട് അവർക്ക് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ വ്യക്തിപരമായിട്ട് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ എന്താണ് ഈ ഒരു പേഴ്സണൽ സെല്ലിംഗ് കൂടുതൽ എന്താണ് അയവുള്ളൊരു സ്വഭാവം മൂലം സാധ്യമാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ് കൂടുതൽ സെല്ല് നടക്കാനും ഒക്കെ നടക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഉപഭോക്താക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏത് എതിർപ്പുകളും നേരിടാനും പരിഹരിക്കാനും നേരിട്ടുള്ള വിൽപ്പനയുടെ മാർഗ ആശയവിനിമയം സെയിൽസ് സഹായിക്കുന്നു. ഓക്കെ, അപ്പം നമ്മുടെ ഉപഭോക്താക്കൾ ഇപ്പോൾ എന്തെങ്കിലും കൺസ്യൂമേഴ്സ് ഈ ഒരു പ്രൊഡക്റ്റ് അങ്ങനെയല്ല, ഇത് ചീപ്പാണെന്നൊക്കെ പറഞ്ഞാലും അവർക്ക് എന്താണ് അവരെ കൺട്രോൾ ചെയ്തിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ അവർക്ക് എന്താണ് സാധിക്കും ഈ ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സിന്. അപ്പോൾ എന്താണ് അവർ കൂടുതൽ കുറച്ചും കൂടി വിശ്വാസയോഗ്യം ഉള്ളതായി മാറും അവരുടെ പ്രൊഡക്റ്റിന്. എന്ന് വെച്ചാൽ ഏതൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും കുറച്ച് നല്ല രീതിയിലല്ലേ മറ്റുള്ളവരുടെ അടുത്ത് പെരുമാറുക. അത് അവരുടെ ജോലിയെ ബാധിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ആശയവിനിമയം പ്രോപ്പറായിട്ടും കൺവിൻസിങ് ആയിട്ടും ആയാലേ അവരുടെ പ്രൊഡക്റ്റ് അവരുടെ സെല്ലാവുള്ളൂ. അതുകൊണ്ട് എന്താണ് ആളുകൾ എന്തെങ്കിലും എതിർപ്പുണ്ടാക്കിയാലും അത് നല്ല രീതിയിൽ നേരിടാനോ അത് പരിഹരിക്കാനും സൊല്യൂഷൻ കണ്ടെത്താനൊക്കെ എന്താണ് ഈ ഒരു പേഴ്സണൽ സെല്ലിങ്ങിലൂടെ സഹായകമാവുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നങ്ങളുടെ സവിശേഷതകളും ഉപയോഗങ്ങളും ഉപഭോക്താക്കളെ നേരിട്ട് വിൽപ്പന വഴി പഠിപ്പിക്കുന്നു. ഇത് ഉൽപ്പന്നങ്ങൾ വ്യക്തമായി കാണിച്ചു കൊടുക്കുന്നതിനുള്ള അവസരമാണ്. അതാണ് ഞാൻ പറയുന്നത്, ഡെമോൺസ്ട്രേഷൻ ഉണ്ടാവും. ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ നമ്മുടെ വീടുകളിൽ വന്ന ഒരു സാധനം വിൽക്കുകയാണെങ്കിൽ ആ സാധനം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളൊരു ചെറിയൊരു രീതിയിൽ അവർ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ എന്താണ് ഈ ഒരു നേരിട്ടുള്ള ഈ ഒരു പേഴ്സണൽ സെല്ലിംഗ് വഴി എന്താണ് അത് നമുക്ക് പഠിപ്പിച്ച് തരുന്നുണ്ട് ആ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എന്താണ് ഈ ഉൽപ്പന്നങ്ങൾ വ്യക്തമായി കാണിച്ചു കൊടുക്കുന്നത് കൊണ്ട് അതെന്താണ് അത് കുറച്ചും കൂടി ആളുകൾക്കിടയിൽ കുറച്ചുകൂടെ ശ്രദ്ധ നേടുകയും അവരെ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാനൊക്കെ ലക്ഷ്യമാക്കുന്നുണ്ട്. നെക്സ്റ്റ്, നല്ല സെയിൽസ്മാൻമാർ ഉപഭോക്താക്കളുമായി സൗഹൃദപരവും വ്യക്തിപരവുമായ ബന്ധം വികസിപ്പിക്കലോ ഈ ബന്ധം ഭാവിയിൽ വിൽപ്പന മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. ഇപ്പം നമ്മുടെ വീടുകളിലെ ഒരു കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരേ ടൈമിൽ കുറച്ച് ടൈം വിട്ടിട്ട് ഓരോ പ്രൊഡക്റ്റ് വരുന്ന പുതിയ പ്രൊഡക്റ്റൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആളുകൾ നമ്മുടെ വീട്ടിലോട്ട് വരുമെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു തവണ അവരുടെ അടുത്ത് നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അവരായിട്ട് കുറച്ച് നല്ലൊരു രീതിയിലുള്ള സംസാരത്തിലൂടെയൊക്കെ നമ്മൾ കുറച്ച് കമ്പനി ആയിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ കമ്പനിയാക്കി വെക്കും ആ ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ്. ഓക്കെ, അപ്പോൾ അവർ നമ്മളെ കമ്പനിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്താണ് പുതിയ പ്രൊഡക്റ്റ് വരുമ്പോൾ നമ്മളെ വീട്ടിൽ വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾ അന്ന് വാങ്ങിയ പ്രൊഡക്റ്റ് നന്നായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് അവർ കമ്പനി മെയിൻറ്റെയിൻ ചെയ്യും. അതെന്തുകൊണ്ടാണ് അവർക്ക് ഭാവിയിൽ ഇനിയും പുതിയ പുതിയ പ്രൊഡക്റ്റ് വാങ്ങാനും ആ ഒരു കൺസ്യൂമേഴ്സിനെ നിലനിർത്തി കൊണ്ടുപോകാനും സഹായിക്കുന്നുണ്ട്. ഓക്കെ, അത്തരത്തിലുള്ള ഈ ഒരു പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ആണ് ഇതൊക്കെ കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സെയിൽസ് പ്രമോഷനാണ്. സെയിൽസ് പ്രമോഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിൽപ്പനയെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് വിൽപ്പന പ്രോത്സാഹന പ്രവർത്തനങ്ങൾ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് വിൽപ്പനയെ പ്രോത്സാഹനം നൽകുന്നത് വിൽപ്പനയ്ക്ക്? ഈ ഒരു സെയിൽസ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഈ സെയിൽസ് പ്രൊമോഷനിൽ നമ്മൾ എന്താണ് പേഴ്സണൽ സെല്ലിംഗ് ഉൾപ്പെടുന്നില്ല. അതുപോലെ അഡ്വർടൈസ്മെൻറ്റ്, അതുപോലെ പബ്ലിസിറ്റി, ഇതൊന്നും ഉൾപ്പെടാത്ത രീതിയിലാണ് സെയിൽസ് പ്രൊമോഷൻ നടക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഉൾപ്പെടാതെ തന്നെ സെയിൽസിനെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് സെയിൽസ് പ്രൊമോഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യട്ടോ. അതിൽ എന്തൊക്കെയാണ് എക്സെപ്ഷണലായിട്ട് വരുന്നത്? പേഴ്സണൽ സെല്ലിംഗ് ഉൾപ്പെടില്ല, അഡ്വർടൈസ്മെൻറ്റ് ഉൾപ്പെടില്ല, പബ്ലിസിറ്റി ഉൾപ്പെടുന്നില്ല. ഇത് മൂന്നും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ സെയിൽസിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾസ് എന്താണ്? ഈ എക്സിബിഷൻസ്, ഡെമോൺസ്ട്രേഷൻസ്, ഈ ഡിസ്പ്ലേ ഷോ, ഇതൊക്കെ എന്താണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് നമ്മൾ സെയിൽസ് പ്രൊമോഷനിൽ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ ഒരു സെയിൽസിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്പനി ഏറ്റെടുത്ത് നടത്തുന്ന എല്ലാ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസും സെയിൽസ് പ്രൊമോഷനിൽ വരും. പക്ഷേ ഏതൊക്കെയാണ് വരാത്തത്? പേഴ്സണൽ സെല്ലിങ്ങും അഡ്വർടൈസ്മെൻറ്റും അതുപോലെ പബ്ലിസിറ്റി, ഇതൊന്നും പേഴ്സണൽ സെല്ലിങ്ങിൽ വരില്ല. അല്ലാതെ നമ്മൾ സെയിൽസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഏതൊരു ആക്ടിവിറ്റീസും സെയിൽസ് പ്രൊമോഷനിൽ വരും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ബോണസ് ഓഫർ ആസ് എ ടൂൾ ആസ് സെയിൽസ് പ്രൊമോഷൻ. ഈ ഒരു ബോണസ് ഓഫറൊക്കെ സെയിൽസ് പ്രൊമോഷനിൽ വരിക. അത് നമ്മൾ സെയിൽസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്, മാർക്കറ്റിംഗ് ടെക്നിക്കാണ് ബോണസ് ഓഫറൊക്കെ. അതെന്താണെന്ന് വെച്ചാൽ ഇടപാടുകൾ ഏതെങ്കിലും ഒരു ഉൽപ്പന്നം വാങ്ങുമ്പോൾ
താരതമ്യേന വില കുറഞ്ഞ ഏതെങ്കിലും ഒരു സാധനം സൗജന്യമായി നൽകുക എന്നതാണ് ബോണസ് ഓഫറായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ കൂടെ അതിൻ്റെ കുറച്ച് വില കുറഞ്ഞ ഏതെങ്കിലും ഒരു സാധനം എന്താണ് ഫ്രീ ആയിട്ട് നമുക്ക് തരികയാണ്. ഓക്കെ, അപ്പോൾ അതൊരു ബോണസ് ഓഫറാണ്. അതെന്താണ് അവരുടെ സെയിൽസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്താണ് ഈ ഒരു ഓഫർ കണ്ടിട്ട് ആളുകൾ എന്താവും, ഇത് ഫ്രീ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു പ്രൊഡക്റ്റിന് വലിയ പ്രൊഡക്റ്റിനെ വാങ്ങിക്കും. ഓക്കെ, അതൊക്കെ അവരുടെ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്സ് ആണ്. ഇനി നമുക്ക് സെയിൽസ് പ്രൊമോഷൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ. ഇത് വിൽപ്പന കൂട്ടാൻ സഹായിക്കുന്നു. നമുക്കറിയാം ഇങ്ങനത്തെ ഈ ഒരു ഓഫേഴ്സും കാര്യങ്ങളും ബോണസ് ഓഫറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ എന്തായാലും സാധനങ്ങൾ മേടിക്കും. ഓക്കെ, അപ്പോൾ അത് വിൽപ്പന കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് സൃഷ്ടിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ആ ഉൽപ്പന്നങ്ങൾക്ക് എന്താണ് ഇങ്ങനെ ഓരോ ഫ്രീയും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡിമാൻഡ് സൃഷ്ടിക്കുന്നുണ്ട് ഉൽപ്പന്നത്തിന്. പിന്നെ ഉൽപ്പന്നങ്ങൾ പെട്ടെന്ന് വാങ്ങാൻ ശക്തമായ പ്രചോദനം ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് എന്താണ് ഈ ലിമിറ്റഡ് ഓഫർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ആളുകളെ അതിലോട്ട് ആകർഷിച്ചിട്ട് ആ ഒരു പ്രൊഡക്റ്റ് അവരെ പർച്ചേസ് ചെയ്യിപ്പിക്കാൻ നമുക്ക് പറ്റും. ഇതൊരു ലിമിറ്റഡ് ഓഫറാണ്, ഇപ്പോൾ നിങ്ങൾക്ക് വാങ്ങിയാൽ ഇതിൻ്റെ കൂടെ ഈ ഒരു പ്രൊഡക്റ്റ് കൂടെ കിട്ടും എന്നൊക്കെ പറയാം. അപ്പോൾ അതൊരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ്. അത് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ് സെയിൽസ് പ്രൊമോഷൻ്റെ. നെക്സ്റ്റ്, തുടക്കത്തിൽ തന്നെ ഡിമാൻഡ് സൃഷ്ടിച്ച പുതിയ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കാൻ അത് സഹായിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ തുടക്കത്തിൽ തന്നെ നമ്മൾ ഡിമാൻഡ് സൃഷ്ടിച്ച പുതിയ ഉൽപ്പന്നങ്ങൾ അത് വീണ്ടും ഒന്നുകൂടെ എന്താണ് അവതരിപ്പിക്കാനൊക്കെ സഹായകമാവുന്നുണ്ട്. നെക്സ്റ്റ്, മാർക്കറ്റ് വിഹിതം ഇടിഞ്ഞുകൊണ്ടിരുന്ന ഉൽപ്പന്നങ്ങളുടെ സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും തിരിച്ചു കൊണ്ടുവരാനും അത് സഹായിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താണ് ആ ഒരു പ്രൊഡക്റ്റ് അധികം മൂവിങ് അല്ലാത്തൊരു പ്രൊഡക്റ്റിനെ നമ്മൾ ഇതിൻ്റെ കൂടെ ഈ ഒരു ബോണസ് ഓഫറോ അല്ലെങ്കിൽ നമ്മൾ ഇതിന് പകരമായിട്ട് എന്തെങ്കിലും ഡിസ്കൗണ്ടഡ് ആയിട്ട് വില കുറച്ച് കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മാർക്കറ്റ് ഇടിഞ്ഞ വസ്തുക്കളുടെ ആ ഒരു പ്രൊഡക്റ്റിനൊക്കെ എന്താണ് അതിൻ്റെ ഒരു സ്ഥിതി മെച്ചപ്പെടുത്തിയിട്ട് ഈ ഒരു ഓഫറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്കൗണ്ടൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ആ ഒരു പ്രൊഡക്റ്റിന് വീണ്ടും ആ ഒരു മാർക്കറ്റ് വാല്യൂ ഉണ്ടാവും. നെക്സ്റ്റ്, മത്സരത്തെ ഫലപ്രദമായി നേരിടുന്നത് സഹായിക്കുന്നു. ആ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവില്ലേ, പ്രൊഡക്റ്റ് കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ മാർക്കറ്റ് കോമ്പറ്റീഷനൊക്കെ ആ ഒരു മത്സരത്തെയൊക്കെ ഇത് ഫലപ്രദമായി നേരിടാൻ സഹായിക്കുന്നുണ്ട് ഇങ്ങനത്തെ ഈ ഒരു സെയിൽസ് പ്രൊമോഷൻ. ഇനി സെയിൽസ് പ്രൊമോഷൻ ടൂൾസ് എന്തൊക്കെയാണ്? ഈ ഒരു സെയിൽസ് പ്രൊമോഷൻ ടൂൾസ് എന്ന് പറഞ്ഞാൽ ഈ സൗജന്യ സാമ്പിളുകളുടെ വിതരണം. നമ്മളിപ്പോൾ ഒരു സോപ്പ് എടുക്കുകയാണെങ്കിൽ നമ്മളതിൻ്റെ സാമ്പിളായിട്ടോ അല്ലെങ്കിൽ ഫുഡ് പ്രൊഡക്റ്റ് ഏത് എക്സാമ്പിൾ വേണമെങ്കിലും എടുക്കാം, അതിൻ്റെ ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി നമ്മൾ സാമ്പിളായിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതാണെന്ന് ആൾക്കാർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റ് എന്താണ് അവർ വീണ്ടും വന്ന് പർച്ചേസ് ചെയ്യും. അതൊരു മാർക്കറ്റിംഗ് ടെക്നിക്ക്, ഈ ഒരു സെയിൽസ് പ്രൊമോഷൻ്റെ ഒരു ടൂളാണെന്ന് പറയാം. പിന്നെ എന്താണ് ബോണസ് ഓഫേഴ്സ് കൊടുക്കുക, അതുപോലെ ഡിസ്കൗണ്ട് ചെയ്തിട്ട് കൊടുക്കുക, വില കുറയ്ക്കുക, അതുപോലെ എക്സ്ചേഞ്ച് ഓഫർ, ഇതൊക്കെ സെയിൽസ് പ്രൊമോഷൻ്റെ ടൂൾസാണ്. സൗജന്യ സാമ്പിളുകളുടെ വിതരണം, ബോണസ് ഓഫർ, വില കുറയ്ക്കൽ, എക്സ്ചേഞ്ച് ഓഫർ, ഇതൊക്കെയാണ് സെയിൽസ് പ്രൊമോഷൻ്റെ ടൂൾസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത്. വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. നമ്മൾ അഡ്വർടൈസിങ് ആൻഡ് സെയിൽസ്മാൻഷിപ്പാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അഡ്വർടൈസിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സ്പോൺസറിൻ്റെ സഹായത്തോടു കൂടെ നമ്മളെന്താണ് പൈസ കൊടുത്തിട്ട് ഒരു ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനാണ് അഡ്വർടൈസിങ്ങിലൂടെ നടത്തുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യം എന്താണ്, നമ്മുടെ ഈ ഒരു ആശയങ്ങൾ, അതുപോലെ നമ്മുടെ സാധനങ്ങൾ, സേവനങ്ങൾ എന്നിവയുടെയൊക്കെ ഒരു വിവരം നിശ്ചിതമായൊരു സ്പോൺസർ പ്രതിഫലം വാങ്ങിയിട്ട് അത് അവരുടെ നോൺ പേഴ്സണൽ ആയിട്ടുള്ള രീതിയിൽ, വ്യക്തിപരമല്ലാത്ത രീതിയിൽ അവതരിപ്പിക്കുകയോ അതുപോലെ അത് പ്രചരിപ്പിക്കുകയോ ചെയ്യലാണ് ആ ഒരു പരസ്യപ്പെടുത്തൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് പ്രതിഫലം നൽകിയുള്ള ആശയവിനിമയ രൂപമാണെന്ന് ഓർക്കുക. പിന്നെന്താണ് വ്യക്തിപരമല്ലാത്തൊരു ആശയവിനിമയമാണ് വിൽപ്പന അല്ലെങ്കിൽ ആശയം പ്രചരിപ്പിക്കുക എന്നതാണ് അത് അവർ ലക്ഷ്യമാക്കുന്നത് ഈ ഒരു അഡ്വർടൈസ്മെൻറ്റിലൂടെ. പിന്നെ നമ്മൾ പബ്ലിസിറ്റി എന്താണെന്ന് പറഞ്ഞു, ഒരു കമ്പനിയുടെ ഉൽപ്പന്നത്തെക്കുറിച്ചിട്ടും അതുപോലെ അതിൻ്റെ സേവനത്തെക്കുറിച്ചിട്ടൊക്കെ ഒരു ബഹുജന മാധ്യമങ്ങളിലേക്ക് വാർത്തയായി വരുന്ന ഒരു പൊതുവിവരങ്ങളെയാണ് നമ്മൾ പബ്ലിസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പേഴ്സണൽ സെല്ലിംഗ് ഇപ്പോൾ പറഞ്ഞു, അതുപോലെ തന്നെ സെയിൽസ് പ്രൊമോഷൻ പറഞ്ഞു, അതിൻ്റെയൊക്കെ ഒബ്ജക്റ്റീവ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അഡ്വർടൈസിങ്ങും അതുപോലെ പബ്ലിസിറ്റിയും. പിന്നെ ഇതിൻ്റെയൊക്കെ മെയിനായിട്ട് നമുക്ക് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഈ ഒരു അഡ്വർടൈസിങ്ങിൻ്റെ ഡെഫിനിഷനാണ്. അത് നിങ്ങൾ എന്തായാലും പഠിക്കുക കേട്ടോ. ഓക്കെ, പിന്നെ ആ ഒരു ലിമിറ്റേഷൻസ്, അഡ്വർടൈസിങ്ങിൻ്റെ ആ ഒരു ലിമിറ്റേഷൻസ് കാര്യങ്ങൾ നോക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. വളരെ എളുപ്പമായിട്ടുള്ള ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.